പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എബ്രായ ലേഖനം 11-ാം അധ്യായം നാം പഠിക്കുവാൻ ആരംഭിച്ചു. വിശ്വാസത്തിന്റെ വിവിധ മാനങ്ങളെക്കുറിച്ച് ചില ചിന്തകൾ നാം തുടങ്ങി വെച്ചു. ഇന്ന് നമുക്ക് 11-ാം അധ്യായത്തിലേക്ക് വളരെ വേഗം ഒരു ഓട്ടപ്രദർശനം പോലെ ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ വീണ്ടും സഹായിക്കട്ടെ. വിശ്വാസത്താലുള്ള അറിവ് എന്താണെന്ന് വാക്യം 3-ൽ കാണുന്നു. അത് ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല, കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന് വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. വിശ്വാസത്തിന്റെ അടിസ്ഥാന ഘടകം എന്താണെന്ന് ഇവിടെ വ്യക്തമായി കാണുവാൻ കഴിയുന്നു. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണല്ലോ വിശ്വാസം. കാണുന്ന ഈ ലോകം ഉണ്ടായത് കാണാത്ത ദൈവവചനത്തിലാണ് എന്ന് നാം ഇവിടെ വായിക്കുന്നു. അങ്ങനെയെങ്കിൽ എല്ലാ വിശ്വാസത്തിന്റെയും അടിസ്ഥാനം ദൈവവചനമാണെന്ന് നമുക്ക് വളരെ തെളിവായി പറയാൻ കഴിയും. വേദപുസ്തകം പറയുന്ന വിശ്വാസത്തിന്റെ ഉറവിടം ദൈവം പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്. റോമലേഖനം 10:17 വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഈ സൃഷ്ട പ്രപഞ്ചവും സകലവും ഉണ്ടായത് ദൈവവചനത്തിലാണ്. ദൈവത്തിന്റെ വചനം എങ്ങനെ പറയുന്നു? യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. സങ്കീർത്തനങ്ങൾ 33:6-9 വാക്യം. എന്താണ് പ്രിയമുള്ളൊരു വിശ്വാസത്തിന്റെ അടിസ്ഥാനം? ഇന്ന് പലരും തെറ്റായി ചിന്തിക്കുന്ന പോലെ, പഠിച്ചിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കുന്ന പോലെ നമ്മുടെ മനസ്സിൽ ഉളവായി വരുന്ന ചിന്തകളും ആഗ്രഹങ്ങളും എത്ര ഉറപ്പും നിശ്ചയവും ഉള്ളതായി ആശിച്ച് കാത്തിരിക്കുകയും ഏറ്റുപറയുകയും ചെയ്താലും ബൈബിളിൽ പറയുന്ന വിശ്വാസമാകെയിൽ ദൈവം പറഞ്ഞ കാര്യങ്ങളാണ്. കാണാത്തവയെങ്കിലും ആശയോടെ ഉറപ്പായി നാം കാത്തിരിക്കേണ്ടതാണ്. ദൈവം അരുളി ചെയ്ത, ദൈവം കൽപ്പിച്ച കാര്യങ്ങൾ ആ ദൈവത്തിൽ നാം ആശ്രയം വെച്ച് ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് അത് നാം ഏറ്റുപറയുമെങ്കിൽ നിശ്ചയമായി അങ്ങനെ തന്നെ സംഭവിക്കുക തന്നെ ചെയ്യും. അടുത്തായിട്ട് നാം ഈ വാക്യങ്ങൾ തുടർമാനമായി പഠിക്കുമ്പോൾ വിശ്വാസത്താലുള്ള അന്വേഷണം. 6-ാമത്തെ വാക്യം പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? കാണപ്പെടുന്നതെല്ലാം കാണപ്പെടാതെ ദൈവവചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് വിശ്വാസത്താൽ അറിയുന്ന ഒരുവന് ആ വചനം അരുളി ചെയ്ത ദൈവമുണ്ട് എന്നാദ്യം വിശ്വസിക്കേണ്ടിയിരിക്കും. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം. തുടർന്ന് ദൈവം തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നു എന്ന് നാം വിശ്വസിക്കേണ്ടതാണ്. ഇപ്രകാരമുള്ള വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമുക്കൊരിക്കലും കഴിയുന്നതല്ല, അല്ലെങ്കിൽ സാധ്യമല്ല. വീണ്ടും അടുത്ത വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ വിശ്വാസത്താലുള്ള സാക്ഷ്യം എന്താണ് ദൈവം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്? അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. 2-ാമത്തെ വാക്യവും ഈ അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യം ഏകദേശം ഒരേ കാര്യം തന്നെ പറയും. അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചു. ഈ അധ്യായത്തിൽ അനേക വിശ്വാസ വീരന്മാരുടെ അല്ലെങ്കിൽ പൂർവ്വ പിതാക്കന്മാരുടെ സാക്ഷ്യങ്ങൾ, അവരുടെ ജീവിതത്തിന്റെ നേർചിത്രങ്ങൾ വരച്ചു കാട്ടിയിട്ടുണ്ട്. അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം പ്രാപിച്ചവരായിരുന്നു എന്ന് തുടക്കത്തിലും ഒടുക്കത്തിലും എടുത്തു പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. നാം ഇത് വിശദമായി പഠിക്കുമ്പോൾ തുടർന്ന് ഓരോ പൂർവ്വ പിതാവിന്റെയും വിശ്വാസത്തിന്റെ പ്രത്യേകതയും സാക്ഷ്യവും എന്തെന്ന് നമുക്ക് സൂക്ഷ്മമായി പരിശോധിക്കാൻ കഴിയും. അടുത്ത വാക്യങ്ങളിൽ വിശ്വാസത്താലുള്ള നീതീകരണമാണ്. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കൈന്റതിലും ഉത്തമമായ യാഗം കഴിച്ചു. അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. പൂർവന്മാരിൽ ഒന്നാമന്റെ സാക്ഷ്യം വിശ്വാസത്താൽ ലഭിക്കുന്ന നീതീകരണമാണ്. പ്രിയമുള്ളവരെ, ഇവിടെ നാം ഈ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ലേഖനകർത്താവ് എഴുതേണ്ടത് വിശ്വാസത്താൽ ആദാം എന്നാണ്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ അവസാന വാക്യം പറയുന്നു, ആദാം ദൈവത്തിന്റെ മകൻ. എന്താണ് സംഭവിച്ചത്? ഏദനിൽ ഉണ്ടായ അനുസരണക്കേട്, ആദ്യ പാപം, ലംഘനം, അല്ലെങ്കിൽ പാമ്പിന്റെ സുവിശേഷം കേട്ട് ദൈവഹിതത്തിൽ നിന്ന് വിട്ടുമാറി സ്വന്തം താല്പര്യങ്ങൾക്കും ദൈവ ഇഷ്ടത്തിന് പുറത്ത് ദൈവകൽപ്പനയെ ലംഘിക്കുവാൻ അവർ തയ്യാറായതിന്റെ ദുരന്തമാണ് വിശ്വാസത്താൽ ആദാം എന്ന് എഴുതേണ്ടതിന് പകരം വിശ്വാസത്താൽ ഹാബേൽ എന്നാണ് ദൈവവചനത്തിൽ പറയുന്നത്. വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ നാം ഒന്നാമത് സൃഷ്ടിച്ച ദൈവത്തിന്റെ മകൻ നഷ്ടപ്പെട്ടു, പരാജയപ്പെട്ടു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൂത് ഈ പ്രഭാതത്തിൽ പങ്കുവെക്കാനുള്ളത് വിശ്വാസ ജീവിതം വ്യക്തിപരമാണ്. ഇവിടെ നാം ദൈവവചനത്തിൽ ദൈവഹിതത്തിൽ നിലനിൽക്കുക, അതിനുള്ള ആശ്രയബോധം, കൽപ്പനകളെ പാലിപ്പാനുള്ള അനുസരണം, കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇപ്രകാരമുള്ള പാപത്തിന്റെ എല്ലാവിധമായ പ്രലോഭനങ്ങളും ആദ്യ മാതാപിതാക്കളെ വശീകരിച്ചപ്പോൾ അവർ അനുസരണക്കേട് കാണിച്ച് ദൈവപ്രമാണത്തിൽ നിന്ന്, ദൈവകൽപ്പനയിൽ നിന്ന് എന്നതൊക്കെയായി അവർ അകന്നു പോവുകയും വീഴ്ച സംഭവിക്കുകയും ചെയ്തു. ഇവിടെ ആദാം
വിശ്വാസവീരന്മാരുടെ പട്ടികയിലില്ല. അതുപോലെ കയീനും വിശ്വാസവീരന്മാരുടെ പട്ടികയിലില്ല. ആ സ്ഥാനത്താണ് ഹാബേൽ കടന്നു വരുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. ആദാമിന്റെ 2 മക്കളും പാപിയായ ആദാമെന്ന് ജനിച്ചതുകൊണ്ട് അവരും പാപികളാണ്. രണ്ടുപേരും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ യാഗം അർപ്പിച്ചു. എന്നാൽ ഹാബേലിന്റെ യാഗത്തിൽ മാത്രമേ ദൈവം പ്രസാദിച്ചു. കാരണം അവൻ സ്വന്തം നീതിയിലും പ്രവൃത്തിയിലും ആശ്രയിക്കാതെ തനിക്ക് പകരം ഒരു നിർദോഷവും നിഷ്കളങ്കവുമായ ആടിനെ ബലിയർപ്പിച്ചു. ആ യാഗമരണവും ചൊരിയപ്പെട്ട നിണവും അവന്റെ പേരിൽ കണക്കിടുകയും ഹാബേൽ നീതിമാനായി എന്നേക്കുമായി ദൈവം കണക്കാക്കുകയും ചെയ്യും. ഇന്നും ദൈവമുണ്ടെന്ന് വിശ്വസിച്ച് അവനെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഗ രക്തം, കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ ചൊരിഞ്ഞ ആ ക്രൂശിലെ രക്തം ഇന്നും ആ ദൈവ കുഞ്ഞാടിലും ക്രിസ്തുവിന്റെ പരമയാഗത്തിലും ആശ്രയിച്ച് ദൈവത്തോട് അടുത്തു ചെല്ലുന്നവരെ ദൈവം നീതീകരിക്കുന്നുവെന്ന് തിരുവചനം ആവർത്തിച്ച് വിളിച്ചു പറയും. പ്രിയമുള്ളവരെ, ഇതാണ് വിശ്വാസത്താൽ പൂർവന്മാർക്ക് ലഭിച്ച സാക്ഷി. ആദാം നഷ്ടപ്പെടുത്തിയെടുത്ത് അടുത്ത തലമുറ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു. ആദാം പാപത്തിലേക്ക് പ്രവേശിച്ച് മഹത്വം നഷ്ടപ്പെടുത്തി ദൈവ തേജസ്സിൽ നിന്ന് എന്നേക്കുമായി അകന്നുപോയപ്പോൾ അടുത്ത തലമുറകൾ വിശ്വാസത്തിന് വേണ്ടി വില കൊടുക്കുന്നു. എന്താണ് ദൈവപ്രസാദം എന്ന് അവർ തിരിച്ചറിയുന്നു. എങ്ങനെയാണ് ദൈവം പ്രസാദിക്കുന്നുവെന്ന് അവർ വിശ്വാസത്തിന്റെ ആശ്രയത്തിൽ കൂടി അവിടെ മനുഷ്യമായ കർത്തവ്യങ്ങൾക്കോ കർമ്മങ്ങൾക്കോ കാര്യപരിപാടികൾക്കോ സ്ഥാനമില്ലാതെ വിശ്വാസത്തിന്റെ നിലപാടുകൾ, അവിടെയാണ് നേത്രമായത്, കടിഞ്ഞൂലുകളിലൊന്ന്, മേധസ്, ഒരു കുഞ്ഞാട്, ഇതെല്ലാം ക്രമമായി വരുന്നത്. എന്താണ് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്നെന്ന് ഹാബേൽ തിരിച്ചറിഞ്ഞു. ആ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പലപ്പോഴും ഇങ്ങനെ പറയുന്നത്, കായീൻ ദുഷ്ടനിൽ നിന്നുള്ളവനാണ്, കായീന്റെ വഴികൾ, അവൻ കൊലപാതകനാണ്. ദൈവം പ്രസാദിച്ചത് ഹാബേലിലാണ്, അവന്റെ വഴിപാടിലാണ്. ആദ്യം നമ്മളിൽ പ്രസാദിക്കുന്നു, എന്നിട്ട് നമ്മുടെ വഴിപാടിൽ പ്രസാദിക്കും. ഈ ചിന്ത ഇന്ന് പലക്കാലം നമ്മളെ ഭരിക്കട്ടെ. നാം നൽകുന്ന വസ്തുവിലല്ല, യാഗവസ്തുവിന്റെ വലിപ്പത്തിലുമല്ല, അതിനു മുമ്പേ എന്നിലും നിങ്ങളിലും പ്രസാദിക്കുന്ന ഒരു ദൈവം. അതൊരു വിശ്വാസത്തിന്റെ അർപ്പണമായിരുന്നു, വിശ്വാസത്തിന്റെ ചുവടായിരുന്നു. ഇതിൽ കൂടി മാത്രമേ ദൈവത്തിന് പ്രസാദമായ പ്രവൃത്തി ഉണ്ടാകൂ എന്ന് ഹാബേൽ തിരിച്ചറിഞ്ഞു. അല്ലാതെ കയീന്റെ കൃഷിഫലമോ ഭൗതിക വസ്തുക്കളോ അല്ലെങ്കിൽ അവന്റെ വിളവുകളിൽ നിന്നുള്ള സമ്പത്തോ കൊണ്ടുവന്ന് യാഗം കഴിച്ചതിലല്ല ഹാബേൽ ദൈവത്തിൽ അർപ്പിച്ച ഉത്തമമായ വിശ്വാസം. അവിടെയാണ് ദൈവം പ്രസാദിച്ചത്. അങ്ങനെ ഹാബേൽ ദൈവത്തിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായ സാക്ഷ്യം പ്രാപിച്ചു.